റഷ്യയിൽ കുടുങ്ങിയ മലയാളി യുവാക്കൾക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള വഴിയൊരുങ്ങി തിരുവനന്തപുരം അഞ്ചുതങ്ങ് സ്വദേശികളായ പ്രിൻസും ഡേവിഡുമാണ് ഭാരത നയതന്ത്ര കാര്യാലയത്തിൽ എത്തിയത്. യാത്രാരേഖകളും ലഭിച്ചു. വിനീതിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ചുതങ്ങിലെ പ്രിൻസ് സെബാസ്റ്റിന് വീട്ടിൽ നിന്ന് ടിൻറ്റു ദാസ് ചേരുന്നുണ്ട്. ടിൻറ്റു, എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചുതെങ്ങ് പ്രിൻസിന്റെ വീട്ടിലാണ്. പ്രിൻസിന്റെ അമ്മ നമ്മോട് കൂടിയുണ്ട്. ജനുവരിയിലാണ് പ്രിൻസ് ജോലിയുടെ ആവശ്യത്തിനായിട്ട് റഷ്യയിലേക്ക് പോകുന്നത്. അവിടെ അത്തരത്തിലൊരു ചതിക്കുഴിയിൽ പെടുന്നു. തുടർന്നാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. പ്രിൻസിന്റെ അമ്മ നമ്മോടൊപ്പം ചേരുന്നു. അമ്മേ, പ്രിൻസുമായിട്ട് സംസാരിച്ചോ? പ്രിൻസുമായിട്ട് ഇപ്പോഴും യുദ്ധത്തിൽ പരിക്ക് വന്നതിന് ശേഷമാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ അറിഞ്ഞത് മകൻ്റെ പരിക്കാണെന്ന് പറഞ്ഞിട്ട് ബോംബ് പൊട്ടിത്തെറിച്ച് ചെവിയിൽ വെടിയേറ്റ് അങ്ങനെ ചെവിക്കേൽവി ഒരുപാട് നഷ്ടമാണ്. അതിനുശേഷമാണ് പറഞ്ഞത്. പിന്നെയും രണ്ടുപേരും യുദ്ധത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ 3 പേരെ നാട്ടിലെത്തിക്കാനുള്ള പ്രതീക്ഷയിലാണ് മക്കൾ നിൽക്കുന്നത് എന്ന് കൊണ്ടുപോയത് സെക്യൂരിറ്റി ജോലിക്കെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് എത്തിയത് യുദ്ധത്തിനുള്ള ജോലിക്കാണ്. അവിടെ ഈ തുമ്പെ സ്വദേശി പ്രിയനാണ് പറ്റിച്ചത്. എൻ്റെ മക്കൾ അലക്സെന്ന് അതിൻ്റെ കൂട്ടുകാരനാണ്. സന്തോഷമാണ്. അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു നേരത്തെ ഇവർ 3 പേരും ഇങ്ങനെ? ഇല്ല, അറിയത്തില്ലായിരുന്നു. മക്കൾ അറിഞ്ഞത് ഇങ്ങനെയൊക്കെ വിടുന്നെന്ന് പറഞ്ഞാണ് മക്കൾ പോയി വിസ എടുത്ത് കൊള്ളാലും പറഞ്ഞു പോയത്. എന്നുവെച്ചാൽ മകളുടെ പറഞ്ഞ് പറ്റിച്ചാണ് സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാണ് മക്കളെ കൊണ്ടുപോയത്. മകൻ്റെ പ്രിൻസ് എന്ന് പറഞ്ഞാൽ മകൻ ഇങ്ങനെ പരിക്ക് പറ്റിയതിന് ശേഷമാണ് അനിയൻ്റെ അടുത്ത് വിളിച്ചൊരാൾ ഗൾഫ് ചെയ്ത് മൊബൈൽ കൊടുത്ത് പറഞ്ഞു എത്രയും പെട്ടെന്ന് വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി സെക്യൂരിറ്റി ജോലിക്കല്ല, ഞങ്ങൾ യുദ്ധത്തിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അവർ രണ്ടുപേരും ഇനി നടുക്ക് പോകാൻ പിന്നെ നടക്കാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ആശുപത്രിയിലാണ്. 5 ആശുപത്രി മാർക്ക് ഇറങ്ങി. എത്രയും പെട്ടെന്ന് ഞങ്ങളെ 3 പേരെ നാട്ടിലെത്തിക്കാനുള്ള നടപടി ചെയ്യാൻ അനിയൻ്റെ അടുത്ത് പറഞ്ഞ ശേഷം ഞങ്ങൾ അറിഞ്ഞത് സംഭവം ഇതാണ്. ഇപ്പം സന്തോഷം. തീർച്ചയായും നമ്മുടെ ഇപ്പോൾ സംസാരിച്ചത് പ്രിൻസിന്റെ അമ്മയാണ്, വിനീതിന്റെ ടിനുവിന്റെ അമ്മയും നമ്മോടൊപ്പം ഉണ്ട്. ടിനുവായിട്ട് ഇന്ന് വിനീതിന് സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിനീത് അവസാനമായിട്ട് നമുക്ക് അയച്ച ഒരു സന്ദേശം ഇങ്ങനെയായിരുന്നു. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതായത് ടിനു അവസാനമായിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഈ അമ്മേനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു? ഇല്ല മോളെ, മോക്ക് 2 മെസ്സേജ് മാത്രം ഇട്ടിരുന്നു, അല്ലാതെ വിളിക്കാറൊന്നുമില്ല. ടിനു ആണോ? വിനീതുമായിട്ട് സംസാരിക്കാറുണ്ടോ? മോക്ക് മെസ്സേജ് അയക്കും, അല്ലാതെ സംസാരിക്കാറില്ല. മെസ്സേജ് അയക്കാറുണ്ടല്ലോ. എന്തായാലും ടിനു വിനീതിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് വിശ്വാസം. 5 കിലോമീറ്റർ അകലെയാണ് നിൽക്കണമെന്ന് വിനീത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്, അല്ലാതെ മോ ഒന്നും പറഞ്ഞിട്ടില്ല, ടിനു ഒന്നും പറഞ്ഞിട്ടില്ല. വിനീതുമായിട്ട് സംസാരിക്കാറില്ലേ അമ്മ? വിനീത് ഞങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ വിനീത് പറയുന്നത് എങ്ങനെയെങ്കിലും ടിനുവിനെ കണക്ട് ചെയ്ത് തരുവാണെങ്കിൽ തിരികെ എത്തിക്കാനുള്ള നടപടി, അതായത് കമാൻഡോസ് സഹായിക്കുമെന്നാണ് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും മെസ്സേജ് കിട്ടിയായിരുന്നോ? മെസ്സേജ് കിട്ടിയായിരുന്നു. തീർച്ചയായും എല്ലാവരും കുറച്ച് നാളത്തെ വിഷമങ്ങൾക്കൊടുവിലാണെങ്കിലും അവർ പ്രിൻസും പൊഴിയൂർ സ്വദേശി ഡേവിഡും അതോടൊപ്പം തന്നെ വിനീതും ഉടനെ, ടിനു ഉൾപ്പെടെയുള്ളവർ ഉടനെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. 1 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ജോലി അന്വേഷിച്ച് ഇവർ റഷ്യയിലേക്ക് പോയത്. അഞ്ചുതങ്ങിലെ പ്രിൻസ് സെബാസ്റ്റിന് വീട്ടിൽ നിന്നാണ് ടിൻറ്റു ദാസ് വിവരങ്ങൾ നൽകിക്കൊടുക്കുന്നത്.